നമ്മുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ സൂരജിനെ നോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. തന്റെ അനിയത്തിക്ക് ഞാനല്ലാതെ വേറൊരു ചേട്ടനും ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയാണ് ആദിക്ക് കൂട്ടായിട്ട് രണ്ട് പയ്യന്മാരുണ്ട് കേട്ടോ. ആദിയാണ് അവരുടെ നേതാവ്. അങ്ങനെ സൂരജ് ഒറ്റയ്ക്കുള്ള സമയത്ത് സൂരജിന്റെ അടുത്തേക്ക് പോകുകയാണ്. സൂരജിനോട് പറയണ്ട്, എടാ ചെറുക്ക, നോക്ക് ചിപ്പി എന്റെ മാത്രം പെങ്ങളാണ്, അല്ലാതെ നിന്റെ പെങ്ങളല്ല. നീ അവളായിട്ട് കൂട്ടുകൂടാൻ നിൽക്കരുത്. അപ്പോഴേക്കും സൂരജ് പറയണ്ട്, ചിപ്പി എന്റെ പെങ്ങളാണല്ലോ, ഇഷിതാമ്മ എന്റെ ഇളയമ്മയാണ്, ഇഷിതാമ്മയുടെ മകളല്ലേ ചിപ്പി. അങ്ങനെയാണെങ്കിൽ ചിപ്പി എന്റെ പെങ്ങളാണ്. എടാ ഞാൻ അവളുടെ സ്വന്തം പെങ്ങളാണ്. ചിപ്പിയുടെ യഥാർത്ഥ അമ്മ നിന്റെ ഇഷിതാമ്മയൊന്നും അല്ല, എന്റെ രചനാമ്മയാണ്. രചന അമ്മ പ്രസവിച്ചതാണ് ചിപ്പീന. അതേ രചനാമ്മയുടെ മകൻ തന്നെയാണ് ഈ ആദി പറയാണ്, ചിപ്പി എന്റെ പെങ്ങളാണ്, നീ അവളോട് കൂട്ടുകടനോ സംസാരിക്കാനും നിൽക്കരുത്. ഞാൻ കൂട്ടുകൂടും, ഞാൻ സംസാരിക്കും, ചിപ്പി എന്റെ പെങ്ങളാണെന്ന് പറയാണ്. എടാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേടാ എന്ന് വളരെ ഒറ്റ തള്ളുവാട്ടോ. സൂരജ് അവിടെ നിലത്തിടിച്ച് വീഴുന്നുണ്ട്, തല പൊട്ടുന്നതും അവിടെ ഹെഡ് മിസ്റ്ററും ടീച്ചർമാരും സാറുമാരൊക്കെ വരുവാണ്. ആദി അമ്മേനെ വിളിച്ചോണ്ട് സ്കൂളിലേക്ക് വന്നാൽ മതി നാളെ എന്ന് പറയാണ്. ആകെ പെട്ടുപോവാണ്. സൂരജിനെ എടുത്തോണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ശേഷം രാവിലെ തന്നെ സൂരജിന്റെ പാരന്റ് ആയിട്ടുള്ള അഷിത വരുന്നില്ല, പകരം ഇഷിതേനെയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ദൃക്സാക്ഷി നമ്മുടെ ചക്കിയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിത വരുന്നുണ്ട് രാവിലെ തന്നെ സ്കൂളിലേക്ക്. രചനയും വരുന്നുണ്ട് ആദിക്ക് വേണ്ടിട്ട്. അങ്ങനെ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ റൂമിൽ ഇവരുടെ മിസ്സുമാരുണ്ട്, സാറും ഉണ്ട്, ഹെഡ് മിസ്റ്ററും ഉണ്ട്, ഇഷിതയുണ്ട്, രചനയുണ്ട്. അവർ രണ്ടുപേരും ഹെഡ് മിസ്റ്ററിന്റെ മുമ്പിൽ ഇരിക്കുക കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ചിപ്പിയുണ്ട്, ചക്കിയുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ഇഷാദായിട്ടുള്ള ആദിയുണ്ട്. അപ്പൊ ആദി ഇങ്ങനെ ഇരിക്കുകയാണ്. ഹെഡ് മിസ്റ്റർ പറയുന്നുണ്ട്, ആദി നീ ഊട്ടി സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വന്ന് തല്ലുപിടിക്കാനും അടിപിടിയും കൂടാനാണോ? ഈ സ്കൂളിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു കുട്ടീനെ ഞങ്ങൾ അങ്ങനെ അനുവദിച്ചിട്ടില്ല. ആദി ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. ഇവിടെ ഒരു വാണിംഗ്, 2 വാണിംഗ്, 3 വാണിംഗ് ഒന്നും ഇല്ല, ഒരൊറ്റ വാണിംഗേ ഉള്ളൂ. ഇനി ഇതുപോലെ സംഭവിച്ചില്ല, നീ ഈ സ്കൂളിന് പുറത്താണ്. മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കില്ല. ഈ സ്കൂളിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആരെയും ഞങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല, കേട്ടല്ലോ സർ. അത് ഞാനൊന്നും ചെയ്തില്ല. ആ സൂരജ് അവിടെ അങ്ങനെ തന്നെ തെന്നി വീഴുമായിരുന്നു. മഴയൊക്കെയല്ലേ സർ, തെന്നി വീണതാണ് എന്ന് പറയുമ്പോ ചിപ്പിയും ചക്കിയും കണ്ടതല്ലേ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ ചിപ്പി പറയണ്ട്, അത് എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയണ്ടേ, ചിപ്പി നോക്ക്, പതുക്കെ പറയാട്ടോ, നീ എന്റെ പെങ്ങളാണ്, നീ എന്റെ കൂടെ വേണം നിൽക്കാണ്ട്. അതെ, ഞാൻ ഏട്ടന്റെ കൂടെ നിൽക്കൊന്നുമില്ല, സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ രചനമ്മനെ പോലെ നോണയും പരദൂഷണം പറയലല്ല എന്റെ പണി. എന്റെ അമ്മ സത്യത്തിന്റെ കൂടെ നിൽക്കണതാണ് ഇഷിതാമ്മയുടെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. സർ ഞാൻ പറയാം, എന്റെ ചേട്ടനാണ് സൂരജേട്ടൻ എന്നോട് സംസാരിക്കണമെന്നും ഈ ആദിക്ക് ഇഷ്ടമല്ല. സൂരജേട്ടനെ ഭീഷണിപ്പെടുത്തുകയും തള്ളുകയും ചെയ്തതാണ്. തള്ളി വീണപ്പോ സൂരജേട്ടന്റെ തല പൊട്ടി ചോര വന്നതാണെന്ന് പറയണം. അത് മാത്രല്ല ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ എന്ന് പറഞ്ഞ ആദിത്യൻ എന്ന് പറയാണ് ചിപ്പി. ഇത് കേൾക്കുന്നത് ഹെഡ് മിസ്റ്റർ പറയാനുണ്ട്, ആദിത്യൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുമ്പോ ആദ്യം തല കുമ്പിട്ട് നിൽക്കുവാണ്. രചനക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. രചന പറയുന്നുണ്ട്, സോറി സർ, ഈ പ്രശ്നത്തേക്ക് ഒന്ന് ക്ഷമിക്കണം, ഇനി ആദിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊന്നും സംഭവിക്കില്ല. അറിയാലോ ആദിയുടെ പെങ്ങളാണ് ചിപ്പി, ചെറിയൊരു പൊസിറ്റീവ്നെസ് കൊണ്ട് സംഭവിച്ചതാണ്. എന്ത് പൊസിറ്റീവ്നെസ് ആണ് രചന മേഡം നിങ്ങൾ ഈ പറയണത്? ആദിത്യൻ ചെറിയ കുഞ്ഞൊന്നും അല്ലല്ലോ, 10-11 വയസ്സുള്ള വലിയ ചെക്കൻ തന്നെയല്ലേ. അവൻ 5ാം ക്ലാസ്സിലാണ്. അത് വലിയ പയ്യന്മാര് തന്നെയാണ്. പിന്നെ ഇപ്പൊ ചെയ്യണ ഈ കാര്യങ്ങളൊക്കെ പറയണത് ഭാവിയിൽ വലിയ ദുരിതങ്ങൾക്ക് കാരണമാകും. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി മേലാല് ഈ സൂരജ് എന്നല്ല, ഈ സ്കൂളിലെ ഒരു കുട്ടിക്കും എതിരായിട്ട് ആദ്യം പ്രവർത്തിക്കരുത്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ആദ്യയുടെ മേൽ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ ഡിസ്മിസ് ചെയ്യാണ്. ആദ്യം വേറെ എവിടെയാണെന്ന് പോയി പഠിക്കട്ടെ, ഊട്ടിയിലോ കൊടൈക്കനാലോ എവിടെയാണെന്ന് പോയി പഠിക്കട്ടെ, കേട്ടല്ലോ. ശരി, ഇഷിതക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഹെഡ് മിസ്റ്റർ ചോദിക്കുമ്പോ ഒന്നും പറയാനൊന്നുമില്ല സർ, പിള്ളേരുടെ ഒരു കുസൃതിയായിട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആദ്യത്തെ ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ തന്നെയാണ് ശരി എന്ന് പറയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം എന്ന് ഹെഡ് മിസ്റ്റർ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആദ്യത്തെ ചിപ്പിനെ സൂക്ഷിച്ചു നോക്കാണ്. നീ എന്നെ ചതിച്ചു അല്ലേ, നീ എന്റെ പെങ്ങളാണ്, അത് നീ മറക്കരുതായിരുന്നു. സോറി ഏട്ടാ, ചേട്ടൻ നല്ല സ്വഭാവമായിട്ട് വാ, അപ്പൊ ഞാൻ ചേട്ടനെ ആങ്ങളായിട്ട് ഏറ്റെടുക്കാം, അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്റെ ചേട്ടനല്ല. പിന്നെ ചേട്ടനെ വിളിക്കുന്നത് പ്രായത്തിൽ മൂത്തതായത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്റെ ചേട്ടനായത് കൊണ്ടൊന്നും അല്ല എന്ന് ചിപ്പി പറയാണ്. ആദ്യമാകെ ചമ്മി നാണം കെട്ട് പോകുക കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ഇഷിത വീട്ടിലേക്ക് വരുവാണ്. എന്തോ ഇഷിതക്ക് വല്ലാത്ത തലവേദനയും ഷർദിലൊക്കെ തോന്നുവാട്ടോ. ഇഷിത രാവിലെ മുതൽ ഷർദിലാണ്. പ്രിയ വേഗം തന്നെ സ്വപ്നത്തിൽ ഇന്നലെ വരുന്നുണ്ട്. എന്താ മോളി ഇഷിതേ, രാവിലെ മുതൽ നീ ഭയങ്കര ഷർദിലാണല്ലോ? അറിയില്ലമ്മേ, വല്ലാതെ തലകറക്കം. അയ്യോ മോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ട കേട്ടോ, ലീവ് വിളിച്ച് പറ. ഞാൻ ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടമ്മേ. അല്ല മോൾക്കിനി വല്ല വിശേഷം? അമ്മേ അങ്ങനെയൊന്നും ആവില്ല. അല്ല മോള് കഴിഞ്ഞ ദിവസം മഹേഷിനോട് പറഞ്ഞാൽ കേട്ടായിരുന്നു കേട്ടോ, മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഗൈനക്കോളജിസ്റ്റ്. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു മോളെ. അത് തന്നെയാ, മോളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട്. അമ്മ 2-3 ദിവസമായിട്ട് മോളെ ശ്രദ്ധിക്കുന്നു അല്ലേ മഞ്ജിമേ? അതെ, ഇഷിതൊക്കെ എന്തോ വിശേഷമുണ്ട്. ഇഷിയുടെ മുഖത്തെ വിളർച്ചയൊക്കെ കണ്ടില്ലേ? ഇത് ഗർഭ തന്നെയാണ്. അത് മോളൊന്നും പറയണ്ട, ഇത് വിശേഷം തന്നെയാണ്.
മോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഛർദിക്കോ തലചുറ്റലോ ഉണ്ടാവുകയാണെങ്കിൽ മോൾ ഉറപ്പിച്ചോ ഇത് വിശേഷം തന്നെയാണ്. ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്വപ്ന വലിയ ആകെ സന്തോഷത്തിലാണ് കേട്ടോ. മോള് പോയി കിടക്ക്, അമ്മ പാലെന്തിനും കൊണ്ടു തരാം എന്ന് പറയാണ്. അങ്ങനെ ഇഷിത കുറച്ചു നേരം കിടക്കുന്നുണ്ട്. വലിയ പാലിൽ കുങ്കുമപ്പൂട്ടൊക്കെ ഇട്ടോ. മോളെ പാല് കുടിക്ക്. പാല് കാണുന്നത് ഇഷിതക്ക് ഛർദിക്കാൻ വരുവാണ്. ഇഷിതക്ക് ചെറിയൊരു മൈഗ്രൈന്റെ പ്രശ്നം കേട്ടോ. ഇഷിത ഛർദിക്കാണ്. അമ്മേ ഈ പാല് കാണുമ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുവാ. മോളെ അപ്പൊ ഇത് തന്നെ എന്ത് ഗർഭം ഗർഭം ഇനി എത്ര മാസമായെന്ന് പോലും അറിഞ്ഞാ മതി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 3-4 മാസമായല്ലോ, മിക്കവാറും 1.5 മാസമായിരിക്കും. അപ്പഴാണ് ഈ അസ്വസ്ഥതയൊക്കെ തുടങ്ങണതേ. ഈശ്വരാ ഞാനിപ്പോ എന്താ എന്റെ മോൾക്ക് തരാ? മഞ്ജുവേ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുത്തോണ്ട് വാടി. ആ സ്വീറ്റ്സ് ഒക്കെ ബോക്സിൽ നിറച്ചു വെക്കുവാട്ടോ, ഒരു പാത്രത്തിൽ നിറച്ചു വെക്കാണ് സ്വപ്നവലി. മോളെ ഇതിന്നൊരു സ്വീറ്റ്സ് കഴിക്കുക. അമ്മേ അത് നീ ഒന്നും പറയണ്ടതേ. ഈ സ്വപ്നവലിയെ 3 പ്രസവിച്ചതാ, 3. അത് മോള് മറക്കരുത്. ഗർഭിണികളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വേണമെങ്കിൽ പ്രിയാമ്മയുടെ ചോദിക്കാം. ഞാൻ ഈ സന്തോഷത പ്രിയാമ്മയുടെ പറയട്ടെ. അമ്മേ അത് മോളൊന്നും പറയണ്ട, മോളോട് നിൽക്കേ. ദേ മഹേഷ്, ദേ ഭാര്യ ഗർഭിണിയാണ്, ഇനി ഇങ്ങനെ നടന്നാലൊന്നും പോരെ കേട്ടോ. ചിപ്പിക്ക് എപ്പോഴും ചിപ്പി പറഞ്ഞ ഒരു അനിയനെ അനിയത്തിയെ വേണമെന്ന്. ഹാവും പ്രാർത്ഥന ദൈവം കേട്ടു, ചിപ്പിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ സ്വപ്നവലി പറഞ്ഞ് ഭയങ്കര സന്തോഷത്തില് ഇളകി മറിച്ച് അപ്പുറത്തേക്ക് ഫ്ലാറ്റിലേക്ക് പോവാണ്. ഹായ് പ്രിയാമണി, ഹായ് സ്വപ്നവലി, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആ സന്തോഷ വാർത്ത കേൾക്കുമ്പോ പ്രിയാമണി എടുത്ത് തുള്ളി ചാടും. എന്താ സന്തോഷ വാർത്ത? ആദ്യം സ്വീറ്റ്സ് എടുക്ക്. അല്ല മാഷില്ലേ ഉണ്ടല്ലോ. മാഷേ ആ മാഷെ ഇന്ന് സ്വീറ്റ്സ് എടുക്ക. എന്താ സ്വപ്നവല്ലി, എന്താ സന്തോഷ വാർത്ത? എന്തായിരിക്കും നിങ്ങൾ തന്നെ പറ. കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ, ഇപ്പൊ 4 മാസം കഴിഞ്ഞു. സ്വീറ്റ്സ് കൊണ്ടു തരണോന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വിശേഷം? ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ പ്രിയാമണി, നീ 2 പ്രസവിച്ചു തന്നെയല്ലേ? അതോ നീ ദത്തെടുത്താണോ? എന്താ സ്വപ്നം വലിയ തമാശ പറയണത്? അത് തന്നെയാന്ന്. ഇഷിത ഗർഭിണിയാണെന്ന്. സത്യമാണോ? പിന്നെ സത്യമല്ലാതെ ഇഷിതക്ക് രാവിലെ മുതൽ 2 ദിവസമായി തുടങ്ങിയിട്ട് രാവിലെ മുതൽ ഷർദിലും തലകറക്കം തന്നെ. ഞാൻ പാല് കൊണ്ടേ കൊടുത്തപ്പോഴേ പാല് കണ്ടതും അവള് ഷർദില്. അത് തന്നെയാ പ്രിയാമണി. എന്റെ ഈശ്വര, ദൈവം പ്രാർത്ഥന കേട്ടു. അല്ല ഹോസ്പിറ്റലിൽ മോളെ കൊണ്ടുപോയായിരുന്നോ? എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണത് എന്റെ മാഷേ? എന്റെ ഇഷിത മോള് തന്നെ ഒരു ഡോക്ടർ അല്ലേ, അവൾക്കറിയാലോ. അവള് നാണം കൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയൊന്നുമില്ല, കഴിക്കൊന്നുമില്ല. എനിക്ക് എന്റെ മോളെ കാണണം. അതെ ദേ മോളെ ഞാൻ വിട്ടു തരുമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനായിരിക്കും മോളെ നോക്കണത്. പ്രിയാമണിക്ക് ഒരു തരത്തിലുള്ള അവകാശം ഞാൻ തരത്തില്ല. എന്റെ മോളെ ഞാൻ കൈവെള്ളയെ വെച്ച് നടക്കും. ഈശ്വര ഇത് ചിപ്പിനെ അറിയിക്കാൻ ധൃതിയായി. അവൾ സ്കൂളിൽ പോയിട്ട് വന്നാ മതിയായിരുന്നു. ഇത് അവളോട് പറഞ്ഞ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്റെ ഈശ്വര സ്വപ്നവലി സന്തോഷമായി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. ഞാൻ ഈ സന്തോഷത്തെ ദൈവങ്ങളോടൊന്ന് പറയട്ടെ എന്ന് പണ്ട് പ്രിയാമണി പൂജാ റൂമിൽ കയറാണ്. എന്റെ ദൈവങ്ങളെ, എന്റെ പ്രാർത്ഥന നീ കേട്ടു, എന്റെ മോള് വിശേഷം അറിയിച്ചു എന്നൊക്കെ പറയാണ്. മാഷിനും ഭയങ്കര സന്തോഷമാട്ടോ. അങ്ങനെ നാട്ടുകാർ ഫുള്ളും അറിയാണ് ഇഷിത ഗർഭിണിയാണെന്ന്.